നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വർഷ, നീണ്ട ഒരു കാലയളവിലെ സമരമായിരുന്നു നമ്മുടെ ആശാ വർക്കർമാരുടേത്. അതിൽ കേരള സർക്കാർ ആ ഒരു സമീപനം എന്തായിരുന്നു എന്ന് നമുക്ക് പറയുമ്പോൾ പോലും തൊഴിലാളികളുടെ പാർട്ടിയായ CPM ഭരിക്കുന്ന കേരളത്തിൽ സർക്കാരിനോട് അവർ കൂലി വർധനവ് ആവശ്യപ്പെട്ടാണ് സമരം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ തൊഴിലാളി പാർട്ടി അത് കണ്ടതായി പോലും നടിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്കെതിരെ അധിക്ഷേപമാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അധിക്ഷേപങ്ങളും വ്യാജ പ്രചരണങ്ങളും ഇതൊരു ഫേക്ക് സമരമാണ് എന്ന് തുടങ്ങി തൊഴിലാളികൾ ചെയ്യുന്ന സമരത്തെ തൊഴിലാളി പാർട്ടി ഡീൽ ചെയ്തത് എങ്ങനെയാണെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇടത്താണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആശാ വർക്കറെ ചേർത്ത് നിർത്തുന്ന രീതിയിലുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. അവർക്ക് കൂലി വർധന ഉണ്ടായിട്ടുണ്ട്, പിരിഞ്ഞുപോകൽ ധനം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇങ്ങനൊരു സർക്കാർ ഈ കേരളത്തിൽ എന്നല്ലേ നമ്മൾ ചോദിക്കേണ്ടത്? തീർച്ചയായിട്ടും ആശാ വർക്കർമാരുടെ സമരം ഏകദേശം 3 മാസത്തിനപ്പുറമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാം. സെക്രട്ടേറിയറ്റിന് മുമ്പിലെ പ്രത്യക്ഷ സമരം പോലും അവർ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ സമയത്തും SUCI എന്ന് പറയുന്ന സംഘടന എന്താണ് ഇവരുടെ ഈ പാർട്ടിക്കെതിരെ CPM-നെതിരെ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഇവർ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ രംഗത്ത് വരികയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും തൊഴിലാളി വർഗങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും തൊഴിലാളി വർഗങ്ങളുടെ കൂടെ നിൽക്കുന്ന നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ നടക്കുന്ന PSC സമരങ്ങൾ, പിന്നെ PSCയുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങൾ, ഇത്തരത്തിലുള്ള സമരങ്ങളിലെല്ലാം തന്നെ അതൊക്കെ സംസ്ഥാന വിരുദ്ധ സമരങ്ങളാണ്. നേരെ കേന്ദ്രത്തിൽ എന്തെങ്കിലും സമരം നടക്കുമ്പോൾ, കർഷക വിരുദ്ധ സമരം നടക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ നുഴഞ്ഞു കയറി തെളിവോടുകൂടി സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കേന്ദ്രം പലരെയും പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല സമരങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്തരത്തിൽ ആശാ വർക്കർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ നാടിലും നാട്ടുകാർക്കിടയിലേക്കും ദിനം വീടുകൾ കയറി അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അത്രമേൽ ഒരു സ്നേഹത്തിന്റെ ജോലി കൂടിയാണ്. അവർ പലപ്പോഴും ഗർഭിണികൾക്ക്, വയ്യാത്തവർക്ക്, ആളുകൾക്ക് അവർക്കെല്ലാം സഹായം എത്തിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവരോടൊപ്പം മുന്നോട്ട് പോവുക, ഇതൊക്കെ ചെയ്യുന്ന ആശാ വർക്കർമാരെ CPM-ന്റെ രാഷ്ട്രീയ ഉപകരണങ്ങളാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഇവർ എന്നതാണ്. അതാണ് സങ്കടകരം എന്ന് പറയുന്നത്. പണ്ട് മുതൽ ഈ കുടുംബശ്രീ അങ്ങനെയുള്ള സംഘങ്ങളുണ്ടല്ലോ, CPM-ന്റെ രാഷ്ട്രീയ പരിപാടികൾക്കെല്ലാം ഇവര് വന്നേ പറ്റുള്ളൂ. അതവരെ ഇപ്പൊ CPM അനുഭാവികളല്ലേ പോവേണ്ടത്. പക്ഷെ ഇതുപോലെയുള്ള സംഘങ്ങളെ ജനസേവനം എന്ന രീതിയിൽ അവരെ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കാലങ്ങളായി നടന്നു വരുന്നതാണ്. ആ ജനകീയാസൂത്രണ സമയം മുതൽ ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഈ ആശാ വർക്കർമാരും അതിൽ നിന്ന് വിമുക്തരായിരുന്നില്ല. തീർച്ചയായിട്ടും അത് പിന്നെ ഈ ആശാ വർക്കർമാരാണ് അടുത്ത ഇലക്ഷനിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് CPM അങ്ങ് തീരുമാനിക്കും. കാരണം ഇവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ എന്നുള്ള ബന്ധമുള്ളത്. അങ്ങനെയാണ് അവർ പലപ്പോഴും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാറ്. കാരണം ആ ബന്ധം ചില്ലറ ഗുണങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. ഇവർ കരഞ്ഞ് കാല് പിടിച്ചു സർക്കാരിന്റെ അടുത്ത്. പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചു. അതിനിടയിൽ തിരുവനന്തപുരത്ത് വനിതാ CPO-മാരുടെ സമരം നടന്നു. വനിതാ CPO-മാർ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ട് അവിടെ കഷ്ടപ്പെട്ട് സമരം ചെയ്തു. അത് മാധ്യമങ്ങളൊക്കെ കൊടുത്തു. അവസാനം അവർ ഒരു രക്ഷയുമില്ല എന്ന് കണ്ട് അവർ പോകുമ്പോൾ അതിലൊരു സ്ത്രീ പറഞ്ഞത്, ഒരു വനിത പറഞ്ഞത്, ഒരു പെൺകുട്ടി പറഞ്ഞത് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. പിണറായി സാറേ ഞങ്ങൾ പോവാണ് കേട്ടോ എന്ന് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അതിലെല്ലാ പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു UDF സർക്കാരിന്റെ കാലത്താണ് ഉള്ളതെങ്കിൽ ഇവർ കത്തിച്ചേനെ ആര് ഈ പറയുന്ന DYFI നാട്. അപ്പൊ അവർ ചോദിക്കും അത് ഞങ്ങളുടെ ഗുണമാണ്. അത് ശരിയാണ്, അപ്പുറത്തുള്ളത് കിഴക്കന്മാരായപ്പോൾ അതുകൊണ്ടൊന്നും പറയാനില്ല. പക്ഷേ അവർ അവരുടെ ആത്മാവിനോടൊന്ന് ചോദിക്കണം, അവരുടെ ഒരു മനസാക്ഷിയോടൊന്ന് ചോദിക്കണം ഇത് തെറ്റല്ലേ എന്നുള്ളത്. ഈ താങ്ങിക്കൊണ്ടിരിക്കുന്ന, ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പലപ്പോഴും ഇത്തരക്കാരെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം എന്ന് പറയുന്നത്. ആ സമയത്താണ് സുരേഷ് ഗോപി ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നത്. സുരേഷ് ഗോപി അവിടെ വന്നു. സുരേഷ് ഗോപി അവരോട് സംസാരിച്ചു. സുരേഷ് ഗോപി അവർക്ക് കുട വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേതാവ് അവരെ ആക്ഷേപിച്ചു. മഴ കൊണ്ട് സമരം ചെയ്യുന്നവർക്ക് കുട വാങ്ങിക്കൊടുത്തതാണ് സുരേഷ് ഗോപി ചെയ്ത തെറ്റ്. ആലോചിക്കണം, ഇവന്മാർക്ക് എന്തും ചെയ്യാം, ഇതായിരുന്നു ഒരു കാര്യം. പക്ഷേ 1000 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ചേച്ചി ആലോചിച്ച് നോക്കൂ. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 10 രൂപയെങ്കിലും മാസം നമുക്ക് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് മുന്നോട്ട് പോവുക? 10 രൂപ കിട്ടിയാലൊന്നും ഈ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് വേറെ കാര്യം. 10 രൂപ പോലും കിട്ടിയില്ലെങ്കിൽ പിന്നെ അവസ്ഥ എന്താണ്? ഈ ആശാ വർക്കർമാർക്ക് പിന്നെ അവർ പറയുന്ന ആശാ വർക്കർമാർ ഇത്ര സമയമേ ജോലി ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ ബിസിനസ് ചെയ്യാൻ പോവാണോ? അങ്ങനെയുണ്ടല്ലോ.
അതും കൂടെ നമ്മൾ ആലോചിക്കണ്ടേ. അങ്ങനെയാണ് സുരേഷ് ഗോപി ഈ കാര്യത്തിൽ ഇടപെടുന്നു. സുരേഷ് ഗോപി പിന്നെ എന്താണ് ഈ പറയുന്നത് പോലെ കേന്ദ്രത്തിലെ മിനിസ്ട്രിയുടെ പിന്നെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം പെടുത്തുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് കണ്ട് അദ്ദേഹം കാര്യം പറയുന്നു. അതുപോലെ തന്നെ സാമൂഹിക വനിതാ ശിക്ഷണ മന്ത്രാലയമുണ്ട്, ആ മന്ത്രാലയത്തിൽ സുരേഷ് ഗോപി കത്ത് കൊടുക്കുന്നു. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ചേർന്നിട്ടുള്ള ഈ ഒരു പിന്നെ എന്താണ് അവലോകന യോഗമുണ്ട്. ആ അവലോകന യോഗത്തിൽ 1500 രൂപ ആശാ വർക്കർമാർക്ക് കൂട്ടി നൽകാൻ, വർദ്ധിപ്പിച്ച് നൽകാൻ വേണ്ടി കേന്ദ്രം വളരെ സുപ്രധാനമായ തീരുമാനമെടുത്തത്. എന്നിട്ട് കേന്ദ്രം ഇത് കൊട്ടിഘോഷിച്ചില്ല കേട്ടോ. നിങ്ങൾ ആലോചിക്കണം, കേന്ദ്രം ഇത് കൊട്ടിഘോഷിച്ചില്ല. കേന്ദ്രം ഇതൊരു വലിയ ഫ്ലെക്സ് അടിച്ച് ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞില്ല. അത് കൊടുക്കുന്ന സമയത്ത് കൊടുക്കാം, ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞ് ഇനി മുതൽ കിട്ടാൻ തുടങ്ങും എന്നാണ് തീരുമാനിച്ചത്. പക്ഷെ അത് ഇന്നലെ NK പ്രേമചന്ദ്രൻ MP-യുടെ ഒരു സബ്മിഷന് മറുപടിയായിട്ടാണ് ഈ പറഞ്ഞതുപോലെ ലോക്സഭയിൽ മന്ത്രി ഇതിന് മറുപടി നൽകിയത്. അങ്ങനെയാണ് ഈ കാര്യം പുറത്തറിയുന്നത്. ആലോചിക്കണം, നമ്മൾ ആലോചിക്കണം. കേരള സർക്കാർ ഇതൊക്കെ ഒന്ന് കണ്ടുപിടി. അതെ, സത്യമാണ്. ഫ്ലക്സ് അടിക്കുന്നത് മാത്രമല്ല, ഓരോ വർഷവും ഇവിടെ നടത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പണം ധൂർത്ത് കണ്ടില്ലായിരുന്നു. സീരിയസ്ലി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വലിയൊരു പ്രഖ്യാപനം അറിയുക, ഇതാ ഞങ്ങൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് പറയും. എന്നിട്ട് അത് വലിയ വാർത്ത കൊടുക്കും. ഞങ്ങൾ ബാറുകളൊന്നും തുറക്കില്ല, ബാറുകളൊന്നും അടക്കില്ല എന്ന് KPSC ഉള്ളതിനെ കൊണ്ട് മരിച്ചുപോയ ബഹുമാനപ്പെട്ട ഇന്നസെന്റിനെ കൊണ്ട് പരസ്യം ചെയ്യിച്ച ആളുകളാണ് ഇവര്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഒരു കാര്യം ചെയ്തിട്ട് അതിനെ കൊട്ടിഘോഷിക്കാതെ സർക്കാർ നടത്തുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അതിനെ നമ്മൾ അംഗീകരിക്കണം. 1500 രൂപ കൂടെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഇവരുടെ പ്രശ്നങ്ങളിൽ, അതായത് ഇവർ ആവശ്യപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആശാ വർക്കർമാർക്ക് നീങ്ങിപ്പോകുന്നത്. കേരളത്തിലെ ആശാ വർക്കർമാരുടെ സമരം കൊണ്ട് ഇന്ത്യയിലെ മൊത്തം ആശാ വർക്കർമാർക്ക് എന്തുണ്ടായിരിക്കുന്നു? പ്രയോജനം ഉണ്ടായിരിക്കും. അതിന് ഇന്ത്യയിലെ മൊത്തമുള്ള ആശാ വർക്കർമാർ കേരള സർക്കാരിനോട് കടപ്പെട്ടിരിക്കും. അത് സത്യം. അത് ഇവർ കൂട്ടാത്തത് കൊണ്ടാണ് ഇന്ത്യയിലെ ആളുകൾ ഇവിടെ മാത്രമല്ലേ. അതെ അതെ, തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. എന്തായാലും പറഞ്ഞതുപോലെ ഇവർ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഈ നിലമ്പൂരിലടക്കം M സ്വരാജിനെതിരെ ഇവർ വീട് കയറി പ്രചരണം നടത്തിയിരുന്നു. ഗതികേട് കൊണ്ടാണ് അവർ നടത്തിയത്. അതിന് നേതൃത്വം കൊടുത്ത ആ സഹോദരിക്ക് നേരെ എന്താണ് പലതരത്തിലുള്ള ആരോപണങ്ങളാണ് വന്നത്. അവര് അമേരിക്കൻ കുത്തക ബൂർഷ്വ ആഗോളവൽക്കരണത്തിന്റെ എന്തോ ആണെന്നും ഈ പാർട്ടിയെ മറച്ചിടാനാണ് ഇവരുടെ ശ്രമം എന്നൊക്കെ വരെ പറഞ്ഞു. ഇതൊക്കെ വിശ്വസിക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. അപ്പൊ എന്തായാലും ആശാ വർക്കർമാർക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള, അവരുടെ ആത്മാഭിമാനത്തിന് എന്താണ് പിന്നെ വലിയ വില കൊടുത്തുകൊണ്ട് സർക്കാർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. കേരളത്തിലെ വീണ ജോർജ് കണ്ടു പഠിക്കണം ഇത് എന്നുള്ളതാണ് പറയാനുള്ളത്. വീണ ജോർജ് എന്താ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. എന്നിട്ടോ ഇത് തന്നെ, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, എല്ലാ സമയത്തും നിങ്ങളോടൊപ്പമാണ്. ഒരു കാര്യം ചെയ്യൂല, ചെയ്യുന്നത് കേന്ദ്രമാണ്. ഈ കേന്ദ്രം ഇപ്പൊ 1500 രൂപ കൂട്ടി എന്ന് പറഞ്ഞപ്പോ ഇവിടത്തെ ഒരു പ്രൊഫൈലുകളും മിണ്ടുന്നില്ലല്ലോ. ഇവിടത്തെ ഈ ആശാ വർക്കർ സമരത്തിന് പിന്തുണയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ചില സാംസ്കാരിക നായകന്മാരുണ്ട്, ബാക്കി ആരും മിണ്ടിയില്ല, അവര് പോലും ഇടുന്നില്ല. എന്താ ഇവിടുത്തെ സൈബർ സഖാക്കൾ എന്നാ ശരി, പിന്നെ ഈ പറയുന്ന ആശാ വർക്കർമാർക്ക് കേന്ദ്രം കൂട്ടട്ടെ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കേന്ദ്രം കൂട്ടി, നിങ്ങളൊരു അഭിനന്ദന പോസ്റ്റ് ഇട്ടെ കാണട്ടെ. കേന്ദ്രം കൂട്ടി, കേരള സർക്കാർ എന്താ ഇനിയും വർദ്ധിപ്പിക്കാത്തത്? പറ്റില്ല, ഇവർക്ക് പറ്റില്ല. ഇവർ ഭരിച്ച് മുട്ടിച്ച് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അങ്ങേയറ്റം അബദ്ധത്തിലെത്തിച്ച് നാശത്തിന്റെ ഗജനാവിൽ പൂച്ച പറ്റി കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ഒരു പൂച്ചപറ്റ്, അതിൽ നിന്ന് പൂച്ചക്കുട്ടികളെ പെറുക്കി പുറത്തു കടയേണ്ട അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ഗജനാവ് പോയിരിക്കുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശക്തമായ ഇടപെടലിന്റെ പുറത്ത് ഈ പറയുന്ന ആശമാരുടെ കണ്ണീർ അവർ കണ്ടിരിക്കുന്നു. കേന്ദ്രം ആ കണ്ണീർ കണ്ടിരിക്കുന്നു. കേരള സർക്കാർ കാണാത്ത കണ്ണീരാണ് ഇന്ന് കേന്ദ്ര സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന BJP-യും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടപെടലിന്റെ പുറത്ത് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലാകമാനമുള്ള ആശാ വർക്കർമാർക്ക് അവർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട അവരുടെ വേതനം വർദ്ധിപ്പിച്ച് നൽകിയിരിക്കുന്നു. കേരളവും മുഖ്യനും ഒക്കെ കണ്ടു പഠിക്കട്ടെ. വീണ ജോർജ് ഇത് കുറച്ചുകൂടെ കുത്തിയിരുന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ കേന്ദ്രത്തിനും ഒരു വലിയ അഭിനന്ദനങ്ങൾ, വിപ്ലവാഭിവാദ്യങ്ങൾ അങ്ങനെയും പറയാം.